സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന സത്യം ഏവർക്കും അറിയാം. അടുത്തിടെ UDF സർക്കാർ പുറത്തുവിട്ട ധവളപത്രം ഇക്കാര്യം അക്കമിട്ട് പറയുന്നുമുണ്ട്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെ നേർചിത്രമാണ് ധവളപത്രം കാട്ടിത്തരുന്നത്. LDF സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം ജനങ്ങളെല്ലാം അതിലൂടെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. UDF സർക്കാരിന്റെ ആദ്യ കടമ്പ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നതാണ്. ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശനാണ്. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കാകും സതീശൻ ഊന്നൽ നൽകുക. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ ആ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ മാസം 19-നാണ് സതീശൻ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ശുഭകരമായ ചില വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളിൽ തന്നെ സർക്കാരിന്റെ വരുമാനത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വരുമാനം 22,296 കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലെ വരുമാനം 16,667 കോടി രൂപ മാത്രമായിരുന്നു. അതായത് ഇത്തവണ ആദ്യ 2 മാസം തന്നെ 5,629 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ കുതിച്ചുചാട്ടം സർക്കാരിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. GST ഇനത്തിൽ 816 കോടി രൂപയാണ് ആകെ ലഭിച്ചത്. IGST സെറ്റിൽമെന്റ് വഴി ഏപ്രിൽ കേന്ദ്രത്തിൽ നിന്ന് 3,502 കോടി കിട്ടിയതാണ് GST വരുമാനം വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ തവണയും ഈ തുക ലഭിച്ചിരുന്നു. അതായത് കേന്ദ്രവിഹിതം മാത്രമല്ല വർധനയ്ക്ക് കാരണമെന്ന ചുരുക്കം. GST ഇനത്തിൽ 1,968 കോടിയും നികുതിയിതര വരുമാനത്തിൽ 1,249 കോടിയുടെയും വർധനവാണ് ഉണ്ടായത്. ഭൂമി രജിസ്ട്രേഷൻ, ഇന്ധനം, എക്സൈസ് ഡ്യൂട്ടി വരുമാനങ്ങളിലെല്ലാം കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കാര്യമായ നികുതി വർധന ഉണ്ടാകാഞ്ഞിട്ടും എല്ലാ ഇനങ്ങളിലും വരുമാനം വർദ്ധിക്കാൻ കാരണം വിപണിയിലെ ഉണർവാണ്. ഈ സാമ്പത്തിക വർഷം സർക്കാർ ലക്ഷ്യമിട്ട നികുതി വരുമാനത്തിന്റെ 14% തുക ആദ്യ 2 മാസത്തിൽ ലഭിച്ചു കഴിഞ്ഞു. ഇത് തുടർന്നാൽ പുതിയ സർക്കാരിന് ഒരു പരിധിവരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വരുമാന വർധനവിന്റെ ക്രെഡിറ്റ് UDF സർക്കാരിനല്ലെങ്കിലും ഇതൊരു ശുഭസൂചനയാണ്. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ അധിക വരുമാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ സാഹചര്യത്തിൽ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 മാസത്തെ വരുമാന വർധന സർക്കാരിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.